ശബരിമല അയ്യപ്പസ്വാമിയെ അധിക്ഷേപിച്ച സണ്ണി കപ്പിക്കാട് പ്രസ്താവന പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് യോഗക്ഷേമ സഭ. പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയിലേക്ക് നീങ്ങും. ശബരിമല എന്ന പുണ്യസ്ഥലത്തെത്തുന്ന കോടിക്കണക്കിന് ഭക്തരെ അവഹേളിക്കുന്ന പ്രസ്താവന ഞെട്ടിക്കുന്നതെന്നും യോഗക്ഷേമ സഭ പ്രസ്താവനയിൽ പറയുന്നു. ബീന റാണി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ബീന, ഇപ്പോൾ യോഗക്ഷേമ സഭ മാത്രമല്ല, നേരത്തെ ശബരിമല അയ്യപ്പ സേവാ സമാജം, ഹിന്ദു ഐക്യവേദി, VHP, ഇത് കൂടാതെ BJP സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് തുടങ്ങിയ നിരവധി പരാതികൾ പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ പരാതിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എവിടെ നടപടി എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. തീർച്ചയായും നിരവധി സംഘടനകൾ സണ്ണി കപ്പിക്കാടിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. യോഗക്ഷേമ സഭ ഇന്ന് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാമെന്നുള്ള ചിലരുടെ ധാരണ, അല്ലെങ്കിൽ അതൊരു തെറ്റായ ബോധ്യമാണ്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി, സിവിൽ ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് യോഗക്ഷേമ സഭ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രസ്താവന പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോട് സണ്ണി കപ്പിക്കാട് മാപ്പ് പറയണം. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അനവസരത്തിലുള്ളതായിരുന്നു. ഒരു സർവകലാശാലയിലെ പരിപാടിക്ക് പോയ സണ്ണി കപ്പിക്കാട് ഇത്തരത്തിൽ ശബരിമല അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഹിന്ദു ദൈവങ്ങളെയും അതുപോലെ തന്നെ മൂർത്തികളെയും മറ്റും ഇതുപോലെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ നടത്തി സമൂഹത്തിൽ ഭിന്നിപ്പാക്കി അതുവഴി കലാപമുണ്ടാക്കാമെന്നുള്ള ശ്രമത്തെ ഏത് വിധേനയും ചെറുക്കുമെന്നുമാണ് യോഗക്ഷേമ സഭ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. ഹിന്ദു യോഗക്ഷേമ സഭ എന്തായാലും ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇപ്പോൾ കേസെടുത്തു എന്നുള്ളത് താൽക്കാലികമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഇനി ആരും മുതിരരുത്, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇനി ആരും ഈ പ്രസ്താവനകളുമായി രംഗത്ത് വരരുത് എന്നാണ് യോഗക്ഷേമ സഭ ആവശ്യപ്പെടുന്നത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇത് വലിയ ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നവർക്കെതിരെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ തന്നെ വളരെ വൈകിയാണ് കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഇതിനെതിരെയെല്ലാം വലിയ പ്രതിഷേധം. നേരത്തെ ഹിന്ദു സമൂഹം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളെ, അവഹേളനങ്ങളെല്ലാം പുച്ഛിച്ചു തള്ളുമായിരുന്നു. സിനിമകളിലൂടെ ആയാലും അല്ലാതെ സാഹിത്യപരമായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും പല രീതിയിൽ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നേരത്തെ പുച്ഛിച്ചു തള്ളുമായിരുന്നെങ്കിലും ഇനി അതിന് തയ്യാറല്ല. ഏത് തരത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ചെറുക്കാനാണ് തീരുമാനമെന്ന് യോഗക്ഷേമ സഭ വ്യക്തമാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ ഇത് നിയമ നടപടി കൂടുതൽ ശക്തമാക്കിയില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോൾ യോഗക്ഷേമ സഭയാണ് വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന ആവശ്യമാണ് യോഗക്ഷേമ സഭയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ബീന റാണി വിവരങ്ങൾ നൽകുകയായിരുന്നു.